മാന്യ പ്രേക്ഷകർക്ക് ഉണർവിൻ്റെ രാവുകൾ എന്ന റമദാൻ ദിന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റമദാൻ മാസത്തെ വ്രതം മാത്രമല്ല, വ്രതം കഴിഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഈദുൽ ഫിത്തറിനെയാണ്. ഈദുൽ ഫിത്തറിൻ്റെ മുന്നോടിയായിട്ട് ഫിത്തർ സക്കാത്ത് എന്ന ഒരു കർമ്മം കൂടിയാണ് ഈ റമദാൻ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയത് ബഹുമാനപ്പെട്ട ജാബർ ബാക്കവി ചുഴലിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാം. ഉസ്താദേ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. റമദാൻ മാസം നമ്മൾ നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഇക്തികാഫ് ഇരിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിത്തർ സക്കാത്താണ്. ഈ ഫിത്തർ സക്കാത്തിൽ തന്നെ നമുക്ക് ഒരുപാട് അറിവില്ലായ്മ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ട സമയം, ഫിത്തർ സക്കാത്ത് ആർക്കൊക്കെ കൊടുക്കണം, അതിനുള്ള മാനദണ്ഡങ്ങൾ, അളവുകൾ, അതുപോലെ തന്നെ ഫിത്തർ സക്കാത്തിൻ്റെ സമയം, ഇതൊക്കെ ഇപ്പോഴും നമുക്കൊക്കെ സംശയങ്ങളാണ്. എത്ര റമദാൻ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയാലും ഓരോ റമദാൻ വരുമ്പോൾ ഇതിൻ്റെ സംശയങ്ങൾ എന്നും മുന്നിൽ നിൽക്കുന്നുണ്ട്, ബാക്കിയാവുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കൃത്യമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഫിത്തർ സക്കാത്ത് എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്കുണ്ടാകുന്ന സമ്പത്തുകളിൽ കൊടുക്കേണ്ട ഒരു സക്കാത്താണ്. അപ്പോൾ അള്ളാഹു തരുന്ന ഞാമത്താകുന്ന സമ്പത്ത് അത് പൂർണ്ണമായും ആ വ്യക്തി ആസ്വദിക്കുക എന്നുള്ളതല്ല ഈ മതം പഠിപ്പിക്കുന്നത്. മറിച്ച് അവൻ്റെ സമ്പത്ത് ഒരു വർഷം കണക്കെത്തുമ്പോൾ അതിലുള്ള ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു നല്ലൊരു പാഠം, നല്ലൊരു ആശയം. അപ്പോൾ ഈ പെരുന്നാൾ ദിനം 30 ദിവസത്തെ വ്രതാനുഷ്ഠാന ശേഷം ഏതൊരു വിശ്വാസിയും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിനമാണ് പെരുന്നാൾ ദിനം. ആ പെരുന്നാൾ ദിനത്തിൽ ഒരാളും പട്ടിണി കിടക്കരുത്, ഒരാളും പ്രയാസപ്പെടരുത് എന്നുള്ള ഒരു ചെറു സന്ദേശം കൂടി അതിലുണ്ട്. ഇവിടെ ഫിത്തർ സക്കാത്ത് എന്ന് പറയുന്നത് മറ്റ് മുതലിലുള്ള സക്കാത്ത് പോലെയല്ല. ഫിത്തർ സക്കാത്ത് മഹാന്മാർ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് പകരമായി നൽകുന്ന ഒരു സക്കാത്താണ്. മുതലിൻ്റെ സക്കാത്ത് വേറെയുണ്ട്, എന്നാൽ ഇത് ശരീരത്തിന് വേണ്ടി നൽകുന്ന സക്കാത്താണ്. മഹാനായ ഷാഫിഈ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഗുരുവര്യനായ വക്കീഹ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, ശരീരത്തിനുള്ള സക്കാത്താണ് എങ്കിലും റമളാൻ വ്രതാനുഷ്ഠാനത്തിൽ വരുന്ന ചില പാളിച്ചകളും പോരായ്മകൾ കൂടി പരിഹരിക്കാനുള്ള ഒരു മാർഗവും കൂടിയാണ് ഈ ഫിത്തർ സക്കാത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇത് കൊടുക്കേണ്ട സമയം ശവ്വാലിൻ്റെ മാസപ്പിറ കാണുന്ന സമയത്ത്, അവിടെ നിന്നാണ് ഇത് നിർബന്ധമാകുന്നത്. ഈ സമയത്ത്, അതായത് ആ ശവ്വാലിൻ്റെ മാസപ്പിറവി കാണുന്ന ആ സെക്കൻഡിൽ ആളുണ്ടാവണം. റമളാനിൻ്റെ 30 പൂർണ്ണമാകുന്ന ആ ഒരു സമയവും ശവ്വാലിൻ്റെ മാസപ്പിറവി കാണുന്ന ആ സെക്കൻഡിൽ ആരാണോ ജീവനോടെ ഹയാത്തിലായിട്ടുള്ളത് അവനിക്കിത് നിർബന്ധമാണ്. അതിലിപ്പോ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ആ സമയം, ഉദാഹരണത്തിന് റമളാൻ 30-ന്റെ മഗ്രിബ് അല്ലെങ്കിൽ റമളാൻ 29-ന് മാസം കാണുകയാണ്. അപ്പോൾ മാസം കാണുന്നതിൻ്റെ 1 സെക്കൻഡ് 2 സെക്കൻഡ് മുമ്പ് പ്രസവിക്കപ്പെട്ട ഒരു കുട്ടി, ആ കുട്ടി എന്താണ്, പ്രസവിക്കപ്പെട്ടു, ഭൂമിയിലേക്ക് ജനിച്ചു വീണു ജീവനോടുകൂടി. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്കും സക്കാത്ത് നിർബന്ധമാണ്. അങ്ങനെ ഒരു കാര്യം ഇതിൽ വരുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ആ കുട്ടിക്കും നമ്മുടെ മുതിർന്ന ആൾക്കാർക്കും ഈ ഫിത്തർ സക്കാത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും? തീർച്ചയായിട്ടും, എല്ലാവർക്കും ഒരുപോലെയാണ്. സക്കാത്തിന്റെ വിഷയത്തിൽ എല്ലാവർക്കും ഒരുപോലെയാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇപ്പം നമ്മൾ ജനിക്കുന്നവരെ പറ്റി പറഞ്ഞു, എന്നാൽ റമളാനിന്റെ 30 നോമ്പും നോറ്റു, 30-ന്റെ അന്ന് അല്ലെങ്കിൽ 29 മാസം കാണുന്ന അന്ന്, മാസം കാണുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് സക്കാത്ത് നിർബന്ധമില്ല. കാരണം എന്താ, ശവ്വാലിന്റെ മാസപ്പിറ കാണുന്ന സെക്കൻഡ് ജീവനോടെ ഇല്ല. തീർച്ചയായിട്ടും ഇവിടെ പ്രായഭേദമന്യേ എല്ലാവർക്കും സക്കാത്ത് നിർബന്ധമാണ്. എന്നാൽ ഈ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ്? ഇപ്പൊ ഉദാഹരണത്തിന് ഭാര്യ, മക്കള്. ഭാര്യക്കും മക്കൾക്കും സക്കാത്ത് നിർബന്ധമുണ്ടോ? അവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത്, ആ ഭാര്യ ആരുടെ കീഴിലാണോ ജീവിക്കുന്നത്? ഭർത്താവിൻ്റെ കീഴിലാണ്.
അപ്പോൾ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. അപ്പോൾ ആ ഭാര്യ കുട്ടികളുടെ ഒക്കെയും സക്കാത്ത് കൊടുക്കൽ ഈ ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാണ്. അപ്പം ഭർത്താവാണ് എന്ത് ചെയ്യേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത്. ഇവിടെ സാധാരണഗതിയിൽ പ്രവാസികൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കാത്ത ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? പ്രവാസികളായ ഭർത്താക്കന്മാർ വിദേശത്താണ്. അപ്പോൾ എവിടെ നിന്നാണോ മാസം കാണുന്നത്, ഏത് നാട്ടിലാണോ ഉള്ളത്, അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ കണ്ണൂരാണ് ഉള്ളത്, എൻ്റെ വീട് ചുഴലിയാണ്. ഞാനൊരു യാത്രയിൽ വന്നതാ കണ്ണൂരേക്ക്, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവും. ആ സമയത്ത് ഞാനിവിടെ കണ്ണൂരിൽ നിന്ന് ബസ് കയറുമ്പോഴാണ് മാസപ്പിറ കാണുന്നത് എങ്കിൽ നമ്മൾ അവിടെയാ കൊടുക്കേണ്ടത്. അവിടെ കൊടുക്കൽ പ്രയാസമായി കഴിഞ്ഞാൽ തിരിച്ചേതായാലും നാട്ടിലെത്തിയിട്ട് കൊടുക്കാം എന്നാണ്. അപ്പോൾ പ്രവാസിയായ ഭർത്താവ് പ്രവാസ ലോകത്തു നിന്നാണ് മാസം കാണുക. അപ്പോൾ ഭാര്യയും മക്കളും എവിടെയുള്ളത്? നാട്ടിലാണുള്ളത്. അപ്പോൾ ഭാര്യയും മക്കളും ഈ പ്രവാസിയായ ഭർത്താവ് ചെലവിന് കൊടുക്കൽ നിർബന്ധമായവരാണ്. അപ്പൊ ഇവരുടെ സക്കാത്തിന്റെ പൂർണ്ണാധികാരം ഭർത്താവിനാണ്. അപ്പം ഭർത്താവാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പം ഭർത്താവ് എന്ത് ചെയ്യാണ്? അവിടുന്ന് ഭർത്താവിന്റെ സ്വന്തം സക്കാത്ത് കൊടുത്തു, ഇവിടുന്ന് ഭാര്യന്റെ സക്കാത്ത് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ആ സക്കാത്ത് പൂർണ്ണമാവണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ സക്കാത്ത് ഇതിനൊരു നിയ്യത്ത് നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ സക്കാത്ത് ഭാര്യക്ക് നിർബന്ധമുണ്ടോ? ഭാര്യന്റെ സക്കാത്ത് കൂടി ഭർത്താവാണല്ലോ കൊടുക്കേണ്ടത്. അതെ. അപ്പൊ ഭർത്താവ് കൊടുക്കാതെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അവകാശം അത് ഭാര്യയെ ഏൽപ്പിക്കാതെ ഭാര്യ സ്വമേധയാ ഫിത്ർ സക്കാത്തിന്റെ അരി വാരി കൊടുക്കൽ കൊണ്ട് ചിലപ്പോൾ ആ സക്കാത്ത് അത് സുന്നത്തായ ഇനത്തിലേക്ക് പെടാം. കാരണം അവിടെ ഭർത്താവിനാണ് അധികാരം. അപ്പൊ അത് ആ ഒരു നിർബന്ധ സക്കാത്തിലേക്ക് എത്താനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഭർത്താവ് ഭാര്യയെ വിളിച്ചിട്ട് ആ സക്കാത്ത് എന്ത് ചെയ്യണം? വക്കാലത്ത് കൊടുക്കണം. വലിയൊരു സംശയം ഞാൻ വീണ്ടും ചോദിക്കാൻ പോവായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കാര്യം കൂടെ അതിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ആടെ വക്കാലത്ത് കൊടുക്കുമ്പോ എത്രത്തോളം നീയത്ത് വരെ, കാരണം അരി വാരുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കൊടുക്കുന്ന സമയത്ത് നീക്കി വെക്കുന്ന സമയത്ത് എന്ത് വേണം? ഇതെന്റെ ഫിത്തറിന്റെ അരിയാണ് എന്നുള്ള നീയത്ത് ഉണ്ടാവണം. അപ്പൊ ആ നീയത്തിനിക്കുള്ളത് അവകാശം കൂടി എന്ത് ചെയ്യണം? ഈ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി വക്കാലത്തായിട്ട് കൊടുക്കണം. അങ്ങനെ ആ ഭാര്യ ആ വക്കാലത്ത് പ്രകാരം ചെയ്യുമ്പോഴാണ് ആ സക്കാത്തിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുക. അങ്ങനെയാണത് കൃത്യമായിട്ട് വരുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോൾ അവിടുന്ന് അവര് ഇഷ്ടത്തിന് ഇപ്പൊ ഉസ്താദ് പറഞ്ഞ പോലെ വിദേശത്താണെങ്കിൽ വിദേശത്ത് കൊടുക്കുകയും ഭാര്യയും മക്കളും അവരുടെ നമ്മളെ പൈസ ആണെങ്കിലും അവർ ഇവിടെ കൊടുക്കുകയാണെങ്കിലും ഈ വക്കാലത്ത് എന്ന് പറയുന്നതെന്ന് ഭർത്താവ് പറഞ്ഞില്ലെങ്കിൽ ഈ സക്കാത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തൂല. ചിലപ്പോൾ അത് സുന്നത്തായിട്ട് പെടാം. കാരണം ഇത് നിർബന്ധമായ ഒന്നാണ്. മനസ്സിലായില്ലേ? ഇനി ഇത് ആർക്കാ നിർബന്ധം? എല്ലാവർക്കും ഇത് നിർബന്ധമുണ്ടോ? ഞാൻ വലിയ കടത്തിലാണ്, ഞാൻ വലിയ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞത് കൊണ്ട് നിർബന്ധം ഇല്ലാണ്ടിരിക്കില്ല. എനിക്കൊരു 10 ലക്ഷം റുപ്യ കടമുണ്ട്, എന്നാൽ എൻ്റെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി വിറ്റാൽ ഒരു 11 ലക്ഷം കിട്ടും. അപ്പൊ എൻ്റെ കടം വീടിയാലും ബാക്കി 1 ലക്ഷം ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ എന്താവൂല? കടക്കാരൻ ഈ പറയുന്ന ഇനത്തിൽപ്പെടൂല. അപ്പൊ എനക്കും കൊടുക്കണം. തീർച്ചയായിട്ടും. നേരെ മറിച്ച് പെരുന്നാളിന്റെ അന്നേത്തെ ദിവസം ആ ദിവസത്തിലുള്ള മുഴുവൻ ചെലവ്, ഭക്ഷണം, വസ്ത്രം, എല്ലാ ചെലവും കഴിച്ചിട്ട് അവനിക്കൊന്നുമില്ല, അത്രയും പ്രയാസത്തിലാണ്. അങ്ങനെയുള്ളവരെന്താകുന്നുണ്ട്? ഈ ഒരു സക്കാത്തിന്റെ വിഷയത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളവർ വളരെ വിരളമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ സമയം എന്ന് പറയുന്നത് ഇപ്പൊ ഉസ്താദ് പറഞ്ഞ് നമ്മളിപ്പം മാസപ്പിറ കണ്ടത് മുതൽ അത് കൊടുക്കുന്ന ഒരു സമയം. തീർച്ചയായിട്ടും. സമയം എന്ന് പറയുന്നത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ കൊടുക്കലാണ് ഏറ്റവും ഉത്തമം. അകാരണമായിക്കൊണ്ട് നിസ്കാരത്തിന് ശേഷം പിന്തിക്കൽ കറാഹത്താണെന്ന് പറയുന്ന മഹാന്മാരുണ്ട്. അസ്തമാനത്തിലേക്ക് മാറ്റിവെക്കുക എന്നുള്ളത് ഹറാമാണ് എന്ന് വരെ പറയുന്നുണ്ട്. നിസ്കാര സമയം, അതായത് പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീറിന്റെ സമയം വരെ അത് അനാവശ്യമായി അല്ലെങ്കിൽ അകാരണമായി പിന്തിക്കൽ കറാഹത്താണ്. ഇനി അതന്നെ അസ്തമാനത്തിലേക്ക് മാറ്റിവെക്കുക, അന്നത്തെ ദിവസം അസ്തമിക്കുന്നവരെ മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഹറാം എന്ന് വരെ പറയപ്പെടുന്നുണ്ട്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് ഈ സക്കാത്തിന്റെ അർഹരായ ഒരാൾ ഈ സക്കാത്ത് കൊടുക്കേണ്ടത് നാട്ടിലാണ് കൊടുക്കേണ്ടത് കേട്ടോ. നാട്ടിൽ തന്നെ കൊടുക്കണം. നമ്മളെ നാട്ടിൽ അവകാശികൾ ഉണ്ടായിരിക്കുക, നമ്മൾ എന്ത് ചെയ്യരുത്? പുറത്ത് എവിടെയും കൊണ്ടു കൊടുക്കരുത്. എന്നാൽ ഇവിടെ ആരും ഇല്ല എങ്കിൽ എന്ത് ചെയ്യാൻ? പുറത്തു പോകുന്നതിന് വിഷയമില്ല. ഇവിടെ ഈ അർഹരായവർക്ക് എത്തിക്കുന്നത് എന്നുള്ള ലക്ഷ്യത്തിലൂടെ എന്ത് ചെയ്യാണ്? ഒരാൾ പിന്തിക്കുകയാണ്. അകാരണമായി പിന്തിക്കലാണ് കറാഹത്താകുന്നത്. ഇവിടെ കാരണത്തോടു കൂടിയാണ്. എന്താ കാരണം? ഇതിനേറ്റവും അർഹരായ ആൾക്കാർ എന്ത് ചെയ്യാണ്ട് വരാനുണ്ട്. അവർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എങ്കിൽ അതെന്തില്ല? കുഴപ്പമില്ല. അപ്പോൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ കൊടുത്തു വിടണം എന്നുള്ളതാണ് ഏറ്റവും
ശ്രേഷ്ഠതയും അഫ്ളലും. ശരിയായ സമയം എന്ന് പറയുന്നത് അത് തന്നെയാണ് തീർച്ചയായിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഈ സക്കാത്ത് കൊടുത്തിരുന്നത് അന്നത്തെ കാലത്തെ മുഖ്യാഹാരങ്ങളായ ബാർലി, ഗോതമ്പ്, യവം, ഈത്തപ്പഴം അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു. എന്നാൽ ഏറ്റവും അഫ്ളലായിട്ട് പറയപ്പെടുന്നത് സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു നാട്ടിൽ സാധാരണഗതിയിൽ മുഖ്യാഹാരമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണോ ആ ധാന്യങ്ങളെ കൊടുക്കണം എന്നാണ്. ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്, വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. കാരണം അത്രയേറെ മഹത്വം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നതിന്. അതുകൊണ്ട് തന്നെയാണ് ഫിത്ർ സക്കാത്ത് ആ ഒരു ധാന്യം കൊടുക്കണമെന്ന് പറയുന്നത്. കൊടുക്കേണ്ട അളവ് എന്ന് പറയുന്നത് ഒരു സാഴ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഇന്നൊരുപാട് മുദ്ദിൻ്റെ പാത്രങ്ങൾ, അളവ് പാത്രങ്ങൾ കിട്ടാനുണ്ട്. കാരണം നമ്മളെ കാസേറ്, സേറ് എന്ന് പറയുന്ന പോലെ പണ്ട് പറ അങ്ങനെയുള്ള അളവ് അളവുകളുണ്ടല്ലോ. ആ ഒരു അറബികളുടെ അളവാണ് മുദ്ദ് എന്ന് പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ള അളവ് എന്ന് പറയുന്നത് അവരുടെ 2 ഉള്ളം കൈകൾ ഇങ്ങനെ എടുത്ത് അവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ 4 മുദ്ദ് കൂടിയിട്ടുള്ളതാണ് ഒരു സാഴ്. ഒരു സാഴ് എന്ന് പറയുന്നത്. ഒരു മുദ്ദ് എന്ന് പറയുന്നത് 800 മില്ലി ലിറ്റർ ആണ്. 800 മില്ലി ലിറ്റർ. അപ്പൊ അത് ഗ്രാമിലേക്ക് മാറുമ്പോൾ 700-750 ഗ്രാം എന്നുള്ള രീതിയിൽ വരും. മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണ് അത് എന്ത് ചെയ്യുന്നത്, 4 മുദ്ദായിട്ട് മാറുമ്പോൾ 2600 അല്ലെങ്കിൽ 2700 എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് സർവം മായമാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ, അന്നത്തെ കാലത്തുള്ള ധാന്യങ്ങളും ഇന്നത്തെ കാലത്തുള്ള ധാന്യങ്ങളും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് വണ്ണത്തിൽ. അന്നത്തെ ധാന്യങ്ങളൊക്കെ വലിയ വലിപ്പമുള്ള ധാന്യങ്ങളാണ്, ഇന്ന് വലിപ്പം വളരെ കുറവാണ്. അപ്പോൾ അന്നത്തെ കണക്ക് പ്രകാരം നമ്മൾ ആ ഒരു 600-700 എന്ന് ഗ്രാമിലെടുക്കുമ്പോൾ ഈ ഇപ്പോഴത്തെ ധാന്യങ്ങൾ ചിലപ്പോൾ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വരുമ്പോൾ 2600, 2700 ആണെങ്കിലും അതൊരു 2800 വരെ പോകുന്നതിന് കുഴപ്പമില്ല. എന്നാൽ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു 3 കൊടുക്കുകയാണെങ്കിൽ എന്നാൽ പിന്നെ നമുക്ക് സംശയിക്കാനേ ഇല്ല. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ അത് കിട്ടുന്നവർക്കും അതൊരു വലിയൊരു സമാധാനം ഉണ്ടാവും നമ്മൾ ആ ഒരു ലെവലിൽ കൊടുക്കുമ്പോൾ. അപ്പോൾ ഒരാളുടെ ഓഹരി ഏറ്റവും ചുരുങ്ങിയത് 2 ആളിലേക്കോ 3 ആളിലേക്കോ എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 3 പേരുടെ പ്രാർത്ഥന കൂടി കരസ്ഥമാവാൻ അതൊരു വലിയ കാരണമാകും. നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് ഓഹരി വെച്ച് 2-3 ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അത്രയും ആൾക്കാർക്ക് അത് കിട്ടുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു സമാധാനവും സന്തോഷവും, ആ സന്തോഷത്തിൽ നമുക്ക് വലിയ പ്രതിഫലമുണ്ട്. കാരണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലത്തിന് വേണ്ടിയാണ്. ആ ഒരു പ്രതിഫലമൊക്കെ മുഴുവനും കരസ്ഥമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, റമദാൻ മാസത്തെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഉസ്താദ് നമ്മളോട് സംസാരിച്ചത്. പ്രത്യേകിച്ച് അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, അതിനെ എത്തരത്തിൽ ഗൗരവത്തിലാണ് കണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഉസ്താദ് നമ്മളോട് നന്നായിട്ട് സംവാദിച്ചത്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി.